അസ്സലാമു അലൈക്കും. സോ എനിക്ക് ഉള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ജുമാ ഹുത്തുബയുടെ കാര്യമാണ്. സുന്നികൾ വെള്ളിയാഴ്ച ജുമാ ഹുത്തുബ അറബിയിലും നിങ്ങൾ മുജാഹിദുകൾ ഹുത്തുബ മലയാളത്തിലുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ അതിന് കാരണം ചോദിച്ചാൽ നിങ്ങൾ പറയും അതിൻ്റേത് ആൾക്കാർക്ക് മുഷിപ്പുണ്ടാക്കുന്ന രീതിയിലും മടുപ്പുണ്ടാക്കുന്ന രീതിയിലും ജുമാ ഹുത്തുബ പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇറക്കിയില്ല? അത് അറബിയിൽ തന്നെയാണ് ഇറക്കിയത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അറബിയുടെ പരിശുദ്ധം. ശരി, ജുമാ ഖുതുബയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ജുമാ ഖുതുബ അറബിയിൽ നടത്താൻ പാടില്ല എന്ന് മുജാഹിദുകൾ പറയുന്നത് അത് കേട്ടാൽ ആളുകൾക്ക് മടുപ്പുണ്ടാകുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടതുപോലെ നാം മുസ്ലിങ്ങളാണ്. നാം പിന്തുടരേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന ദീനിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച ജുമുഅയും ഖുതുബയുമൊക്കെ. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുതുബയെ പറ്റി ഹദീസുകളിൽ കാണാം. കാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അള്ളാഹുവിൻ്റെ റസൂലിന് രണ്ട് ഖുതുബകളാണ്. എങ്ങനെയാണ് രണ്ട് ഖുതുബകൾ? ഒരു ഖുതുബ നടത്തി അള്ളാഹുവിൻ്റെ റസൂല് കുറച്ചു നേരം അവിടെ ഇരിക്കും, എന്നിട്ട് വീണ്ടും ഖുതുബ നടത്തും. എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയുടെ ആശയം? യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അള്ളാഹുവിൻ്റെ റസൂല് ഖുർആൻ ഓതും, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. വയുദക്കിറുൻ നാസ് എന്ന ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം നവവി റഹിമഹുല്ലാ, അദ്ദേഹം തന്റെ ശർഹ് മുസ്ലിമിൽ പറയുന്നത് കാണാം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഖുതുബയിൽ വഅള് നിർബന്ധമാണ് എന്ന് ഇമാം ശാഫിഈ പറഞ്ഞത്. ഖുതുബയിൽ വഅള് നിർബന്ധമാണ്. എപ്പോഴാണ് വഅളാകുന്നത്? ഒരു ഉപദേശമാകുന്നത് എപ്പോഴാണ്? അത് ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു, ജനങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു. അത് ഉപദേശമായിരുന്നു എന്നത് തെളിയിക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഉദാഹരണം, നമ്മൾക്ക് പലർക്കും പരിചയമുള്ള സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തുമ്പോൾ വരികയാണ്. സുന്നത്ത് നമസ്കരിക്കാതെ, തഹിയ്യത്ത് നമസ്കരിക്കാതെ അവിടെ ഇരുന്നു. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, യാ ഫുലാൻ അസ്വല്ലൈത, സുഹൃത്തെ നിങ്ങൾ നിസ്കരിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല റസൂലെ, നിസ്കരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖും, എഴുന്നേൽക്ക്, ഫർഖ റകഅത്തൈനി, 2 റകഅത്ത് നമസ്കരിക്കുകയും ചെയ്യുക. ഇത് സാന്ദർഭികമായ ഉപദേശമാണ്. അതേപോലെ അള്ളാഹുവിന്റെ റസൂല് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അഅറാബി വന്ന് പറഞ്ഞു, റസൂലെ മഴയില്ല, കന്നുകാലികൾ ചാവാൻ തുടങ്ങി, കൃഷിയൊക്കെ ഉണങ്ങാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന് മുകളിൽ കൈ ഉയർത്തി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തുടർച്ചയായി മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പിറ്റത്താഴ്ച വീണ്ടും ഇദ്ദേഹം വന്നിട്ട് പറഞ്ഞു, റസൂലെ, വെള്ളപ്പൊക്കമാണ്, ഇതെന്തൊരു വെള്ളമാണ്, ഇതെന്തൊരു മഴയാണ്, ഇതൊന്ന് അവസാനിക്കണം. അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് മഴ മതിയായി, ഇനി ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ മഴ പെയ്യിക്കണമേ. ഇത് അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച ഖുതുബ നടക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖുതുബ ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അത് കേവലം ഒരു ദിക്റാണോ? ഇന്ന് പലപ്പോഴും നമ്മുടെ പള്ളികളിൽ പാരായണം ചെയ്യുന്ന ഖുതുബകൾ ചില ആളുകളൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. അല്ല, മറിച്ച് ഇബ്നു നുബാത്തത്തിൽ മിസ്രി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ എഴുതിയുണ്ടാക്കിയ ഖുതുബയാണ്. അതേപോലെ വേറെ ചില പള്ളികളിൽ, AP വിഭാഗത്തിന്റെ പള്ളികളിൽ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറയുന്ന കേരളത്തിൽ ജീവിച്ച ഒരു പണ്ഡിതൻ തെറ്റിതിരുത്തി നന്നാക്കി എന്ന് പറയുന്ന ഖുതുബയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പള്ളികളിലുള്ള ഖുതുബ നിങ്ങൾ ചെന്ന് നോക്കൂ, അത് വിഷയാധിഷ്ഠിതമാണ്. ഓരോ ആഴ്ചയും വിഷയാധിഷ്ഠിതമാണ്. എന്തിനായി വിഷയാധിഷ്ഠിതം? ആ ഖുതുബയിൽ ജനങ്ങളോട് പറയുന്നത് എന്താ? ഒരു ഖുതുബ സന്താന പരിപാലന ഖുതുബയിൽ ഈ വരുന്ന മനുഷ്യന്മാരോട് പറയാൻ, നിങ്ങളെ മക്കൾ നിങ്ങൾ രാത്രിയിൽ അങ്ങാടിയിൽ വിടരുത്, അവിടെ തിന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും, നാട്ടിൽ തിന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കണം എന്നൊക്കെ. ആരോട്? ഈ പള്ളിയിൽ വരുന്ന സാധാരണക്കാരന് മനസ്സിലാവോ? ഇല്ല. ഇതൊരു ദിക്റാണോ? നിങ്ങളെ കുട്ടീനെ അങ്ങാടിയിൽ വിടരുത് എന്ന് പറയുന്നത് ദിക്റാണോ? അല്ല, അതൊരു ഉപദേശമാണ്. മുജാഹിദികൾ പറയുന്നു, തത്വത്തിൽ ഇത് ഉപദേശമാണ് എന്ന് അംഗീകരിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണം? അത് ജനങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്ന് മുജാഹിദികൾ പറയുന്നു. ഇനി
അടുത്ത ചോദ്യം ഇതാണ്, ഖുർആൻ അറബിയിലല്ലേ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മറ്റ് ദിക്റുകളൊക്കെ അറബിയിലല്ലേ? ചില ആളുകൾ ബാങ്ക് അറബിയിലല്ലേ, അതേപോലെ നിസ്കാരത്തിലെ ഖുർആൻ പാരായണം അറബിയിലല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചില ആളുകൾ. ശരിയാണ്. ഈ ബാങ്ക് ഒരു ഉപദേശമാണോ? ആളുകൾക്കുള്ള ഒരു ഉപദേശം എന്ന നിലയിലാണോ? അല്ല. നിസ്കാരത്തിലെ ഖുർആൻ പാരായണം അങ്ങനെയാണോ? അല്ല. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടുത്ത ബാങ്ക് അതേ ബാങ്കാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളത്, അതേ പദമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളത്, അതേ പദമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളത്. എന്നാൽ ഖുതുബ അങ്ങനെയാണോ? അങ്ങനെയായാൽ പറ്റുമോ? ഇല്ല. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരാൾ വന്നു ഇരുന്നു, അയാളോട് ചോദിച്ചു നീ നിസ്കരിച്ചോന്നൊക്കെ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പറയാൻ കഴിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വെള്ളിയാഴ്ച ആ ബാങ്ക് കൊടുക്കുന്ന ആളെ ഏൽപ്പിക്കണം, ഇന്ന് ഇതാണ് ഖുതുബ, അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ഏതാണ്ട് സമയമാകുമ്പോ നീ ഇങ്ങനെ കയറി വരണം, എന്നിട്ട് നിസ്കരിക്കാതെ അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കും യാ ഫുലാന സല്ലൈത, അപ്പൊ നീ എന്ത് പറയണം? ലാ എന്ന് പറയണം. അപ്പൊ ഞാൻ കും ഫർഖ റകഅത്തൈനി എന്ന് പറയും, എന്നിട്ട് നീ 2 റകഅത്ത് നിസ്കരിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇത് നമ്മുടെ നാട്ടിലെ ഖുതുബയിലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? റസൂല് ഓതിയ അതേ ഫാത്തിഹ നമ്മൾ ഓതുന്നു, റസൂല് പറഞ്ഞ അതേ അല്ലാഹു അക്ബർ നമ്മൾ പറയുന്നു, റസൂല് പറഞ്ഞ അതേ സമി അല്ലാഹു ലിമൻ ഹമിദ പറയുന്നു. അറബി പോലും പറയാൻ പറ്റൂല. അല്ലാഹു അക്ബർ എന്നുള്ളതിന് പകരം അർറബ്ബു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? ബാങ്കിലെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലർ റഹ്മാൻ എന്ന് പറയാൻ പറ്റുമോ? ഹയ്യ അലസ് സ്വലാ എന്നതിന് തആല ഇലസ് സ്വലാ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് നിർണിതമായ പദമാണ്. എന്നാൽ ഖുതുബയോ നിർണിതമായ പദമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല, അത് ജനങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഉപദേശമാണ്. അല്ലാഹുവിന്റെ റസൂൽ കഅന്നഹു മുൻദിറു ജൈശിൻ, അല്ലാഹുവിന്റെ റസൂൽ ഒരു പട്ടാളക്കാരനെ പോലെയാകും, ഒരു പട്ടാളക്കാർക്ക് താക്കീത് കൊടുക്കുന്ന സേനാധിപതിയെ പോലെയാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം ഉയരും, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവക്കും. അങ്ങനെയാണ് റസൂലിന്റെ ഖുതുബ എന്നാണ്. അതിനാണ് ഇപ്പോൾ ഈ ഹദീസിനോട് ഒത്തുപോകാനാണ് ചിലപ്പോൾ നമ്മൾ പള്ളിയിൽ ചെന്നിരുന്നാൽ കാണാം ഇമാം ഇങ്ങനെ ചെറവടാന്ന് മെല്ലെ പറഞ്ഞ് പിന്നെ ഒരൊറ്റ ഒച്ച ഉണ്ടാക്കലാണ്. അതെന്തിനാ? അലാ സൗതുഹു, റസൂലിന്റെ ഒച്ച ഉയരുമായിരുന്നു എന്ന ഹദീസുമായി ഒപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു, അതല്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടില്ല. അതുപോലെയാണ് നമ്മളും ഖുതുബ നടത്തേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദികൾ ഇത് നടത്തുന്നത്. ഖുതുബ അറബി ഭാഷയിലല്ലാതെ നടത്താൻ പാടില്ല എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഖുതുബക്ക് അറബി ഭാഷ ശർത്താണ് എന്ന വാദം ഹിജ്റ 400 ശേഷം വന്ന ഖാലി ഹുസൈൻ എന്ന് പറയുന്ന പണ്ഡിതൻ മാത്രമാണ് പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മുമ്പ് അങ്ങനെ ഒരു ഷർത്ത് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇതിന് ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യകർത്താവിന് മൈക്കോൾ. കേരളത്തിലെ ദീൻ പ്രചരിപ്പിക്കാൻ വന്ന മാലിക് ബിൻ ദീനാർ സംഘവും കേരളത്തിൽ വന്നിട്ട് ഏത് ഭാഷയിലാണ് ഖുതുബ നടത്തിയത്? മാലിക് ദീനാറും സംഘവും കേരളത്തിൽ വന്നപ്പോൾ ഏത് ഭാഷയിലാണ് വഅള് പറഞ്ഞത്? ഏത് ഭാഷയിലാണ് അവർ ഈ നാട്ടിലുള്ള ആളുകളോട് മറ്റു കാര്യങ്ങൾ സംസാരിച്ചത്? എന്നാൽ മാലിക് ബിൻ ദീനാർ വഅള് പറഞ്ഞ അതേ ഭാഷയിലെ ഞങ്ങൾ വഅള് പറയൂ എന്നാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. മാലിക് ബിൻ ദീനാർ വന്ന സമയത്ത് ഏത് ഭാഷയിൽ നടത്തിയോ ആ ഭാഷയിൽ നിങ്ങൾ നടത്തുക എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഖുതുബ നടത്തി എന്നതാണ്. മാലിക് ബിൻ ദീനാർ വന്ന സമയത്ത് അദ്ദേഹം പ്രബോധനം നടത്തിയത് അറബിയിലാണ്, അല്ലെങ്കിൽ അറബിയും മലയാളവും അറിയുന്ന ആളുകളുടെ സഹായത്തോടു കൂടിയാണ്. അതാണ് അദ്ദേഹം ചെയ്ത രീതി. ഇന്ന് ആളുകൾക്ക് മലയാളം അറിയാം, അതുകൊണ്ട് മലയാളത്തിൽ ആളുകളോട് സംസാരിക്കാം. വിദേശ രാജ്യത്ത് നമ്മൾ മലയാളത്തിൽ ഖുതുബ നടത്തണം നമ്മൾ പറയുന്നില്ല, കേരളത്തിന് പുറത്ത് മലയാളത്തിൽ നടത്തണമെന്ന് പറയുന്നില്ല. മാലിക് ദീനാർ എങ്ങനെ നടത്തി, എന്ത് ചെയ്തു എന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എങ്ങനെയായിരുന്നു അതാണ് പ്രധാനം. മാലിക് ദീനാറിനെ സ്വീകരിച്ചാലോ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് പ്രസംഗിക്കാനും പാടുള്ളൂ, അത് അറബിയിലാണെന്ന് പറയേണ്ടി വരും. മലയാളത്തിലുള്ള ഒരു വഅളും നാട്ടിൽ നടക്കാൻ പറ്റൂല. വഅള് അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടിയല്ലേ, അള്ളാന്റെ കൂലി കിട്ടാൻ വേണ്ടി നടക്കുന്നതാണല്ലോ. ഒരു വഅളും മലയാളത്തിൽ നടത്താൻ പാടില്ല, അറബിയിലേ നടത്താൻ പാടുള്ളൂ, മാലിക് ദീനാർ നടത്തിയതുപോലെ എന്ന് നമ്മൾ പറയേണ്ടി വരും.
ഖുർആൻ പരിഭാഷകൾ ഇന്ന് നാട്ടിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. മാലിക് ദീനാർ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ പുറത്തിറക്കിയിട്ടുണ്ടോ? മാലിക് ദീനാർ ഖുർആൻ ആയത്തോതി മലയാളത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ? നമ്മളത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ മാലിക് ദീനാർ ചെയ്തതല്ല നമ്മളുടെ ആളുകൾ ചെയ്യുന്നത്. അതാണ് ആ വിഷയത്തിൽ സ്വീകരിക്കേണ്ട രീതി.